സാമൂഹ്യ പുരോഗതിക്കായി ഭിന്നശേഷി സൗഹൃദ സമൂഹത്തെ വളർത്തിയെടുക്കുക എന്ന പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ BRCയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി ദിനാചരണവും പ്രതിഭാസംഗമവും സംഘടിപ്പിച്ചു. ഭിന്നശേഷിക്കാരായ എല്ലാവരുടെയും സർവ്വതോന്മുഖമായ ഉയർച്ച മുൻനിർത്തിയാണ് എല്ലാ വർഷവും ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നത്. അവകാശങ്ങളെക്കുറിച്ചും ഇവർ സമൂഹത്തിന്റെ ഭാഗമാണെന്നും പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനാണ് ലോക ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ഒരിക്കലും മറക്കരുത്. നിന്നെ വാങ്ങുന്നയാൾ മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ട് ഇടയ്ക്കിടെ ചെത്തും. ഇരക്കുന്നോ, പക്ഷേ നീ തടയരുത്, വിഷമിക്കരുത്. നിന്നെ കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്യുന്നത്, അല്ലാതെ ഉപദ്രവിക്കാനല്ല. ഓർക്കുക കൂട്ടുകാരെ, പെൻസിലിനോടുള്ള ഈ ഉപദേശം നമുക്ക് ബാധകമാണ്. നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ കയ്യിലെ ഉപകരണങ്ങളാണ്. ഈ സഹജോത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിലമ്പൂർ BRC ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട ഈ പരിപാടിയുടെ പ്രത്യേകത, ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് മുഴുവനും ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളാണ് എന്നുള്ളതാണ്. ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതിനും പരിഹരിക്കപ്പെടുന്നതിനും എല്ലാ മേഖലകളിലും അവരുടെ അവകാശങ്ങളും ക്ഷേമവും സംരക്ഷിക്കപ്പെടുന്നതിനും ദിനാചരണം ലക്ഷ്യമിടുന്നു. നിലമ്പൂർ BRCയിൽ വെച്ച് നടന്ന ഭിന്നശേഷി ദിനാചരണ പരിപാടിയുടെ നേതൃത്വം വഹിച്ചത് ഭിന്നശേഷി കുട്ടികൾ തന്നെയാണ്. ചടങ്ങിൽ വെച്ച് ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ പങ്കെടുത്ത കുട്ടികളെയും ജില്ലാ കലാമേളയിലും ഉപജില്ലാ കലാമേളയിലും പങ്കെടുത്ത കുട്ടികളെയും മൊമന്റോ നൽകി ആദരിച്ചു. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങളും വിതരണം ചെയ്തു. MES മമ്പാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അജ്മൽ AS അധ്യക്ഷനായ ചടങ്ങ് GHSS മരുതയിലെ ഹിബ ഷെറിൻ ഉദ്ഘാടനം ചെയ്തു. മുണ്ടേരി ഗവൺമെൻറ് ഹൈസ്കൂളിലെ കാഴ്ച പരിമിതിയുള്ള പ്രധാനാധ്യാപകൻ അബ്ദുൽ അസീസ് K വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ M മനോജ് കുമാർ മുഖ്യ സന്ദേശം നൽകി. ഏതാണെങ്കിലും നമ്മളെ അധ്യക്ഷയും അതുപോലെ തന്നെ അസീസ് മാഷും വിശദമായി. നിലമ്പൂർ AO ജേക്കബ് സത്യൻ കുട്ടികൾക്ക് എക്സലൻസ് അവാർഡ് വിതരണം ചെയ്തു. BRC ട്രെയിനർമാരായ TP രമ്യ, A ജയൻ, CRC കോർഡിനേറ്റർ A സെറീന, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ റൂബി മാത്യു എന്നിവർ ആശംസകൾ അർപ്പിച്ചു. SVHSS പാലേമാടിലെ അനന്തകൃഷ്ണൻ PA എന്ന വിദ്യാർത്ഥി പ്രോഗ്രാമിന് നന്ദി അറിയിച്ചു. കുട്ടികളുടെ കലാപരിപാടികൾ ചടങ്ങിന് നിറം പകർന്നു. എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങളും വിതരണം ചെയ്തു. അൽ നഹൽ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഒന്ന് ഓർഡർ കൊടുത്താൽ മതി. കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ചോക്ലേറ്റ് ഒരു എത്തിച്ച്